അപ്പോൾ ഞാൻ ഫ്ലവറൊക്കെ ഇവിടെ ലാബിലെത്തിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ലാബ്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഇതിൽ ഓരോ വിരിഞ്ഞിരിക്കുന്നുണ്ടോ, വിടർന്നിരിക്കുന്നതൊക്കെ അടർത്തി കളയണം. ഓക്കെ, ഈ വിരിഞ്ഞിരിക്കുന്ന പൂവെല്ലാം അടർത്തി മാറ്റിയിരിക്കുകയാണ്. അത് നമുക്ക് ആവശ്യമില്ല, അതിൽ നിന്നൊന്നും പൂമ്പൊടിയൊന്നും കിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി. അതിന് ഇതിലായാൽ അതിൽ കുറേ കണ്ടാമിനേഷൻ ഉണ്ടാവും, അതായത് അണുക്കളും മറ്റേ വേറെ ജീവികളൊക്കെ ഉണ്ടാവും. അത് പൂമ്പൊടിയുടെ ആയുസ്സിനെ ബാധിക്കും. അപ്പോൾ അതെല്ലാം അടർത്തി കളഞ്ഞിരിക്കുകയാണ്, അത് നമുക്ക് ഒഴിവാക്കിയിരിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ മെയിൽ ഫ്ലവറാണ്, അതായത് ആൺപൂക്കളാണ്. ആൺപൂക്കളും പെൺപൂക്കളുമാണ് ഒരു കൊലയിലുണ്ടാകുന്നത്. ഈ മച്ചിങ്ങ എന്ന് പറയുന്നതെല്ലാം പെൺപൂക്കളാണ്. അപ്പോൾ ഇതൊക്കെ ആൺപൂക്കളാണ്. ഈ ആൺപൂക്കൾ ഇതിൽ നിന്നും ഓരോ സ്പൈക്കിന്നും, അതായത് ഓരോ സ്പൈക്കിന്നും ഇതേപോലെ അടർത്തി മാറ്റുക. അടുത്ത സ്റ്റെപ്പ് ഒക്കെ അല്ലിയിൽ നിന്ന്, സ്പൈക്ക്ലെറ്റിൽ നിന്ന് അടർത്തി മാറ്റി ഇവിടെ വെച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. പച്ചക്കാടിൻ്റെ ഷോർട്ട് ഫോം ആണ്. പിന്നെ നമ്പർ എഴുതുക, ഇന്നത്തെ ഡേറ്റ് എഴുതുക, അതിനുശേഷം വെറൈറ്റി എഴുതുക, COD. പിന്നെ എന്ന് വെച്ചാൽ ഈ ഫ്ലവറെല്ലാം ഉടക്കണം. അതിനായി നമ്മൾ ഇതുപോലെ ഈ കോല ഉപയോഗിക്കുക, അല്ലെങ്കിൽ എളുപ്പത്തിന് വേണ്ടി ഇതുപോലുള്ള ഒരു ഉണക്ക തേങ്ങ ആയാലും മതി. ഇത് വെച്ച് ഫുൾ ഉടക്കുക. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ തേങ്ങ വെച്ച് എല്ലാം ഉടച്ചിരിക്കുകയാണ്. അത് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്യുക, ഒരു സൗണ്ട് ടിക്നിൻ്റെ സൗണ്ട് ആയിരിക്കും, അത് പൊട്ടുന്നത് ഇതുവരെ ചെയ്യുക. ജസ്റ്റ് ഒന്ന് പൊട്ടുക, അതായത് ഇതൊന്നിങ്ങനെ പൊട്ടി വന്നില്ലേ, ഇങ്ങനെ വരിക, അത്രയേ ഉള്ളൂ. അതിനുശേഷം ഇത് ഒരു 2 ദിവസം ഇതേപോലത്തെ ഈ ലാബിൽ റൂം ടെമ്പറേച്ചറിൽ ഉണങ്ങാൻ വെക്കും. ഓക്കെ, 2 ദിവസം ഉണക്കാൻ പറ്റിയ സാധനമാണിത്. അത് 2 ദിവസം കഴിയുമ്പോൾ ഏകദേശം ഈ സ്റ്റേജ് ആവും, അതായത് ഉണങ്ങി വരും, ഫുള്ള് കംപ്ലീറ്റ് ഉണങ്ങി വരും. കണ്ടോ, ഇതിൻ്റെ പൂമ്പൊടിയാണ് ശേഖരിക്കേണ്ടത്. ഇതിൽ നിന്നാണ് പൂമ്പൊടി അരിച്ചെടുക്കേണ്ടത്. അരിച്ചെടുക്കേണ്ട സാധനമാണ് ഇത്, സീവ്. അതായത് നമ്മൾ പുട്ടിൻ്റെ പൊടി അരിക്കുന്നില്ലേ, അതേപോലത്തെ സാധനം, ടെസ്റ്റ് സീവ് എന്ന് പറയും. ഇതിലേക്ക് ഇത് ചൊരിയുക, അതായത് ഇടുക. അപ്പോൾ ഇതിലേക്ക് അത് ഇട്ടിരിക്കുകയാണ്. അതിനുശേഷം ഇതടക്കുക, ശക്തമായി ഒന്ന് കുലുക്കുക കയ്യിൽ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഈ സാധനം അരിച്ചിട്ട് കിട്ടിയ പൂമ്പൊടിയാണ് ഈ കാണുന്നത്. കണ്ടോ, ഇതാണ് ഫുള്ള് പൂമ്പൊടി. ഏകദേശം നമ്മൾ മൈദപ്പൊടി പോലെ ഉണ്ടാവും. ഈ പൂമ്പൊടിയിലാണ് ഫുള്ള് നമ്മളെ സ്പേമില്ലേ, സ്പേം എന്ന് പറഞ്ഞാൽ അറിയാം, ബീജം, ആൺബീജങ്ങൾ മൊത്തം ഇതിലുള്ളത്. ഇതിൻ്റെ ഒരു ചെറിയൊരു തരി മതി ഓരോന്നിനും പരാഗണം നടക്കാൻ. അപ്പോൾ ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, അതായത് ഈ ബട്ടർ പേപ്പറിൽ വെച്ച്. ഇതാണ് ഡെസിക്കേറ്റർ എന്ന് പറയും. ഈ ഡെസിക്കേറ്ററിൽ സ്റ്റോർ ചെയ്ത് വെക്കും, അതിൻ്റെ പേരെഴുതിയിട്ട്. പൂമ്പൊടി ഇതേപോലെ എടുക്കുക, അതിൽ ചോക്ക് പൊടി മിക്സാക്കുക. 1:6 എന്നാവും. 6ൻ്റെ ആവശ്യമില്ല, ഏകദേശം ഒരു 4 ആക്കുക. 1:4. ചോക്ക് പൊടി മിക്സാക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ചോക്ക് പൊടി ഇതായിട്ട് മിക്സാക്കിയാൽ കൊലയിൽ സ്പ്രെഡായിട്ട് പോകുമല്ലോ, ഫുള്ളായിട്ട് കൂടുതൽ സ്പ്രെഡാവും, പാറും, കൂടുതൽ മൊത്തം ചുറ്റിലാവും. ഇത് മാത്രമാകുമ്പോൾ എല്ലാറ്റിലും തികയാത്ത അവസ്ഥ വരും. പിന്നെ ഇതുമായിട്ട് മിക്സ് ആകുമ്പോൾ മൊത്തം എല്ലായിടയ്ക്കും സ്പ്രെഡാവും. അതിന് വേണ്ടിയിട്ടാണ് ചോക്ക് പൊടി മിക്സാക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മളെ സ്ക്യൂസിങ് ബോട്ടിൽ, പോളിനടിക്കേണ്ട ബോട്ടിൽ. അപ്പോൾ നേരത്തെ കാണിച്ചു തന്ന പൂമ്പൊടിയുടെ പാക്കില്ലേ, അത് ഇതിലേക്ക് മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഇടുക. അപ്പോൾ പൂമ്പൊടി ഇതിലേക്ക് മിക്സാക്കിയിരിക്കുകയാണ്, കണ്ടില്ലേ, ഇതിലേക്ക് ഒഴിച്ചു. ഇപ്പം കണ്ടോ, സ്പ്രേ ചെയ്യുമ്പോൾ കണ്ടോ, അങ്ങനെ കണ്ടോ
സ്പ്രേ ആയിട്ട് സ്പ്രെഡായിട്ട് പോകും. ഈ പൂമ്പൊടിയാണ് മുകളിൽ കെട്ടിയിരിക്കുന്ന കൊലയിൽ അടിക്കേണ്ടത്. അത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മെയിൽ ഫ്ലവറൊക്കെ കട്ട് ചെയ്ത് മച്ചിങ്ങ മാത്രം, അതായത് ഫീമെയിൽ ഫ്ലവറാണ് അതെല്ലാം. ഫീമെയിൽ ഫ്ലവർ പെൺപൂക്കളെല്ലാം അതിൽ നിലനിർത്തി മെയിൽ ഫ്ലവറെല്ലാം ഒരു 2 ഇഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്ത് ബാഗ് ഇട്ടു. ഇന്നിപ്പോൾ ഇതിൽ 2ാമത്തെ ദിവസം പോളിനേഷൻ ചെയ്യേണ്ട സ്റ്റേജാണ്. സ്റ്റേജ് എങ്ങനെ കാണുന്നത് വെച്ചാൽ, ഇപ്പോൾ മച്ചിങ്ങനെ പുറത്തുണ്ടാവും വെള്ള കളർ വരുന്നത്, ഏകദേശം ഒരു ആനക്കൊമ്പിൻ്റെ കളർ പോലത്തെ ഒരു വെള്ള കളറുണ്ടാവും. അതിൽ ചുറ്റിലും ചെറുങ്ങനെ തേൻ വരുന്നുണ്ടാവും. കണ്ടോ, ഒരു വെള്ളം, നല്ല മധുരം ഉണ്ടാവും. ഇതാ ഇങ്ങനെ എടുത്ത് വെള്ളം കണ്ടോ, നല്ല മധുരമുണ്ട്. അപ്പം ആ ഒരു വെള്ള കളറ് വിടർന്ന് വരുന്നുണ്ട് ചെറുങ്ങനെ. ആ വെള്ള വരുമ്പോൾ ബാഗ് ഇടണ്ടേ. അപ്പോൾ ഈ വെള്ള തേനും അത് വിടർന്ന് വരുന്ന സമയത്ത് പോളം ചെയ്യുക. അപ്പോൾ നമ്മൾ ബോട്ടിലെടുക്കുക, ബാഗിൻ്റെ മുകൾ ഭാഗം മാത്രം തുറക്കുക. അതിനുശേഷം ഇതിലേക്ക് സ്പ്രേ ചെയ്യുക. ഇങ്ങനെ സ്പ്രേ ചെയ്യുക. ഓരോന്നിൻ്റെയും അറ്റത്ത് തുമ്പിനാകുന്ന പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഉണ്ടോ, ഫുള്ള് സ്പ്രേ ചെയ്യല്ലേ. ഓക്കെ, അതിനുശേഷം ഇത് പഴയ പോലെ കട്ട് ചെയ്ത് വെക്കുക. കെട്ടി വെക്കുക. അതിനുശേഷം ഇങ്ങനെ ഒരു അത് കംപ്ലീറ്റ് ആവാൻ ഒരു 3-4 ദിവസം കണ്ടിന്യൂസ് പോളിനടിക്കേണ്ടി വരും, പോളിനേഷൻ ചെയ്യേണ്ടി വരും. അതിനുശേഷം അതിൻ്റെ ബാക്ക് ഭാഗം ചുവപ്പ് കളറാവും. അപ്പോൾ ആ ചുവപ്പ് കളർ ആവുന്നവരെ പോളം ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇത് കെട്ടുക. അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇതുണ്ടോ, വിടർന്ന് വന്നിട്ട് ബാക്കിൽ കുറച്ചിങ്ങനെ വിടർന്നിട്ടുണ്ടോ, ഒരു തേനിങ്ങനെ വരുന്നുണ്ടോ. ഇതാണ് പോളിനേഷൻ്റെ സ്റ്റേജ്. ഈ സ്റ്റേജിലാണ് നമുക്ക് ആ പൂമ്പൊടി അടിക്കേണ്ടത്. ഇത് കറക്റ്റ് സ്റ്റേജാണ്. ഇപ്പോൾ ഈ മരം കണ്ടില്ലേ, ഇതിലിപ്പം പോളിനേഷൻ കംപ്ലീറ്റ് ആയി. ഞാൻ പറഞ്ഞില്ലേ ബാക്കിൽ കറുത്ത കളർ വരുന്നു, നേരത്തെ കണ്ടില്ല, ആ തേനൊക്കെ പോയി. ഇതിപ്പോൾ 3-4 ദിവസം പോളനടിച്ചതാണ്, പോളിനേഷൻ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞു. 13-ാം തീയതി വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഒരു ദിവസം ബാഗ് ഹോൾഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം അഴിക്കണം. അതായത് ഇന്ന് 15 ഇന്ന് 15-ന് ബാഗ് റിമൂവ് ചെയ്യുക. അപ്പോൾ ഈ മരത്തിൽ ഈ ബെഞ്ചിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. കണ്ടോ, അതിൽ ആ മരത്തിൽ പുതിയൊരു ബെഞ്ച് ഓപ്പൺ ആവുകയും ചെയ്തു. അപ്പം നമ്മളെ വർക്ക് ബുക്കുണ്ട്. വർക്ക് ബുക്കിൽ ഇതാ ഓരോ ബെഞ്ചും എഴുതിയിട്ടുണ്ടാവും. 702 നമ്പർ മരത്തിൽ 13-ന് കംപ്ലീറ്റ് ആയി. ഇന്ന് റിമൂവ് ആക്കുന്നു. ഒരു ദിവസം ഹോൾഡ് ചെയ്തിട്ട് 15-ന് റിമൂവ് ആക്കുന്നു. അതെല്ലാം ഇവിടെ എഴുതണം. കൊലയുടെ ആവരണം നീക്കം ചെയ്യുന്ന തീയതി. പിന്നെ ഇതിപ്പോൾ ഞാനിപ്പോൾ കാണിച്ചില്ലേ പുതിയ ബെഞ്ച് ഓപ്പൺ ആയത്. അത് ഈ 2ാമത്തെ കോളത്തിൽ ഇവിടെ എഴുതുക, ഇന്നത്തെ ഡേറ്റ് എഴുതി വെക്കുക. അപ്പോൾ ആ വർക്ക് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ നമ്മളെ വർക്കിൻ്റെ, പോളിനേഷൻ വർക്കിൻ്റെ.